ജീവാറിഞ്ഞ കുരുമുളകാണ്. ഇത് കണ്ടോ, മാല മാല കിടക്കുന്നല്ലോ, ഇത് കേട്ടോ. ഇതാണ് പാമ്പൻ എന്ന് പറഞ്ഞ പാമ്പൻ. കുരിശുമണ്ടിയിൽ നമുക്ക് തിരി വരുന്നുള്ളൂ. കുരിശുമണ്ടി ഒരു വെറൈറ്റി, അധികം ആൾക്കാരും കാണാത്തൊരു ടൈപ്പ് അല്ലേ ഇത്, ബ്രൗൺ കളർ കോഫി. ഇതാണ് കാപ്പി. പെപ്കോ പ്ലാന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞൊരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. 500 വെറൈറ്റി കുരുമുളകും അതുപോലെ 22 വെറൈറ്റി കാപ്പിയും ഒക്കെ കണ്ടുപിടിച്ച മുഹമ്മദ് അലി എന്ന് പറയുന്ന കർഷകൻ്റെ കൃഷി അറിവുകളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിവിധ തരത്തിലുള്ള കുരുമുളകുകളും അതുപോലെ കാപ്പികളുമാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ നോക്കാം. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. പിന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഒന്നുമില്ലായ്മയെന്ന് ഞാൻ വന്നതാണ്. അപ്പോൾ ഈ കുരുമുളക് കൃഷിയോട് എനിക്ക് ഭയങ്കര സ്നേഹം. കുരുമുളകും കാപ്പി അതെൻ്റെ ജീവനായിട്ട് ഞാൻ കൊണ്ടു കിടക്കുന്നത്. എൻ്റെ മക്കളെ പോലെ തന്നെ ഞാൻ ഇത് നോക്കുന്നത്. ഇത്ര ഇനങ്ങൾ നിങ്ങൾക്ക് വേറെ എവിടെ ചെന്നാലും കിട്ടില്ല. നിങ്ങൾക്ക് എന്ത് സംശയം വന്ന് നോക്കി, ഓരോ കുരുമുളക് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ദൈവം ഒരു മാർഗം കാണിച്ചു തന്നാണിത്. അല്ല, ഞാൻ ഇത് വിറ്റ് പൈസ കോടീശ്വരനാകാനൊന്നും എനിക്കൊരാഗ്രഹമില്ല. പക്ഷേ എനിക്ക് ഈ ആദായം കൊണ്ട് ഞാൻ ജീവിക്കുകയാണ്. പിന്നെ എല്ലാരും പറയുന്നത് ഇവിടുത്തെ തൈകൾക്ക് വില ഭയങ്കര കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോ അത് എന്താന്ന് വെച്ചാൽ ഞാനൊരു എന ഉണ്ടാക്കാൻ എനിക്ക് 9 മാസത്തെ ബുദ്ധിമുട്ടാണ് വരുന്നത്. 9 മാസം കഴിയണം ഞാൻ തുടങ്ങിയിട്ട് പുതിയൊരു എന ഉണ്ടാക്കി കിട്ടണമെങ്കിൽ. അപ്പോൾ ഞാനതിന് ഒരു വള്ളിക്ക് ഭയങ്കര വിലയാണ്. കാരണം നിങ്ങൾ 2 വർഷം വരെ പോറ്റുന്ന വള്ളിയാണ് ഞാൻ 1 മാസം കൊണ്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നത്. കാരണം അത്രയും ആയിട്ടുണ്ടാവും. നമ്മൾ നഴ്സറിയിൽ വില ചോദിക്കുമ്പോൾ 350 രൂപ ഇത്ര ഒരു ചട്ടിയിലുണ്ടാവും, 4 തിരി ഉണ്ടാവും, അതിന് 350. വേറെ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ 5 തിരി ഉള്ളൂ, 850 രൂപ. പിന്നെ ഒരു സ്ഥലത്ത് 2000 രൂപ, പിന്നെ 3000 രൂപ. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ കൊണ്ടായാൽ മതി. ആർക്കും ഒരു നിർബന്ധമില്ല നമുക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. ഈ കൃഷി രീതി ഒരു കർഷകൻ ഇങ്ങനെയാണ് എന്നുള്ള ഇങ്ങനത്തെ ഒരു കൃഷി രീതി പഠിക്കാനേ നമ്മൾ പറയുന്നുള്ളൂ. ഇത് വിറ്റിട്ട് നമുക്ക് കുറേ ആഗ്രഹമില്ല. പിന്നെ ഇവിടെ വരുന്നവർ നമുക്കൊരു വള്ളി തരണം എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് നല്ല വില കിട്ടിയാലേ ഞാൻ കൊടുക്കുള്ളൂ. ഇത് എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ബിസിനസ് ഇല്ലല്ലോ. കാപ്പിയാണ് ഞാൻ പോയി എന്നെ സ്നേഹിക്കുന്ന കർഷകരുണ്ട് ഇവിടെ ഈ വയനാട്ടിൽ. അവർക്ക് എൻ്റെ എല്ലാം വേണം. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൃഷികൾ അവർക്ക് ഇഷ്ടമാണ്. അവരാ തോർത്ത് ചെന്ന് ഞാൻ എൻ്റെ പ്രകാരം ഞാൻ ചെയ്യുന്നുണ്ട്. അവരതിനോട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ എന്തിനാ കുറേ വള്ളി ഉണ്ടാക്കി ഇവർക്കൊക്കെ നമ്മൾ പോകുന്ന മലയാളിമാർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നിങ്ങൾ ഒരു വള്ളിയും പുറത്ത് കൊടുക്കണം, എത്ര വള്ളിയാണ് നമ്മൾ തോട്ടത്തിൽ കൊണ്ടുവന്ന് ഉണ്ടായിക്കൊള്ളാൻ അവർ പറയുന്നത്. അവരെ നമുക്ക് അതിൻ്റെ പൈസ തരുന്നുണ്ട്. ഒരിക്കലും അവർ ഇതാകുന്നില്ല. കാപ്പിയാണെങ്കിലും കുരുമുളകാണെങ്കിലും. എന്ത് ഇതോ ഇതിൻ്റെ ഉള്ളിൽ ഇതാ എത്ര തിക്കൻസിലാണെങ്കിലും ഇതുണ്ട് കുരുമുളക്. ഇത് കണ്ടോ, ഇത് കുരുമുളക്, ഇതാ കുരുമുളക്, ഇത് കണ്ടോ. കുരുമുളകുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഷെയ്ഡുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കുറ്റിക്കുരുമുളക് ഇഷ്ടം പോലെ നടാം. ഷെയ്ഡുള്ള പിന്നെ കയറ്റവള്ളി ആണെങ്കിലും. ഇതാണ് പാമ്പൻ എന്ന് പറഞ്ഞ പാമ്പൻ. അതിന്റെ നീളം നോക്കിയാ, ആ കയ്യൊന്ന് നോക്കി. ഇത് മയിലാട് മുണ്ടിയാണ്. ഇതിനൊക്കെ തിരികെ വന്ന് കണ്ടില്ല. ഇനി ഇതാ മണി പിടിച്ച ജീവ, ഇങ്ങോട്ട് വാ. ഇതാ ജീവാറിഞ്ഞ കുരുമുളകാണ്. ഇത് കണ്ടോ, മാല മാല കിടക്കുന്നല്ലോ, ഇത് കേട്ടോ. ഇതാ ആണ് ഇതിൻ്റെ വെള്ള കളർ കണ്ടില്ലേ നിങ്ങൾ. ഇത് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്ന കുരുമുളകാണ്.
വെരിഗേറ്റഡ് പെപ്പർ എന്നാണിത് പറയുക. ഇതിൻ്റെ തിരികളും അതുപോലെയാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇതുവരെ ശരിക്കും മണി പിടിച്ചെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ കാണുന്നുണ്ട്, വെള്ളയും പച്ചയായിട്ടാണ് കുരുമുളകും കാണുന്നത്. ആ, തിരി പിടിച്ചതും കാണുന്നത്. ഇനി കാപ്പി. ഇതെടുക്കും. ഇത് വേറൊരു വെറൈറ്റി. ഇതൊക്കെ അതൊന്ന് കാണിക്കും. ഇവിടെ നിങ്ങൾ ചപ്പ് മാത്രമേ കാണുന്നുള്ളൂ അല്ലേ? കാപ്പീൻ്റെ ചപ്പ് മാത്രമേ നിങ്ങളിവിടെ കാണുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് രസം കാണാം. ഇതാട്ടോ, ഇതാണ് കാപ്പി. ഇതാണ് പൊക്കി നോക്കിയാലാണ് കാപ്പി കാണുള്ളൂ. നല്ല വലുപ്പമുള്ള ഇത് വണ്ടർ കോഫിയാണ്. ഇതൊന്നും കൂടി അതിൻ്റെ ഉള്ളിൽ ഇതാ ഇതിങ്ങനെ റൗണ്ട് ആക്കും. നമ്മൾ കെട്ടണം. ഇതിന് കവാത്ത ഇഷ്ടങ്ങളൊന്നുമില്ല. കവാത്തില്ലാതെ നമ്മൾ അതിന്റെ തലപ്പ് നുള്ളിയിട്ട് അതിന് കൂടുതൽ ബ്രാഞ്ചസിൽ കൊണ്ട് ആക്കുന്നത്. ഇതാ ഇത് 1 വർഷമായതാണ്. ഒരു വർഷമായ കാപ്പിയാണ്. ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 1 വർഷമായത്. ഇവിടെ കാപ്പി കളർ കാണിക്കും. ഇതിൽ തന്നെ നമുക്ക് 4 വെറൈറ്റി ഉണ്ട്. 4 വെറൈറ്റിയാണ്. അതിൽ ഒരു വെറൈറ്റി അധികം ആൾക്കാരും കാണാത്തൊരു ടൈപ്പ് അല്ലേ ഇത്, ബ്രൗൺ കളർ കോഫി. ഉരുണ്ട ടൈപ്പ് കോഫിയാണ് അല്ലേ? ഇതേതാ? 22 വെറൈറ്റി ഉണ്ട് കാപ്പി. ഇത് 505. 22 വെറൈറ്റിയിൽ 505 എന്നുള്ള കാപ്പി. ഇതാ 8 മാസം കൊണ്ട് നമുക്ക് തിരി വന്നതാട്ടോ. ഇതാ നമ്മൾ കാലിട്ടു അന്ന്. 8 മാസമല്ല, 7 മാസമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. 7 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഈ കുരുമുളകിൽ തിരി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ട് മുകളിൽ. അപ്പോൾ നിങ്ങളത് നോക്കുക. അപ്പോൾ നമ്മളെങ്ങനെയാണ് കൊടി വെച്ചിരിക്കുന്നതെന്നും എങ്ങനെയാണ് മണ്ണിൽ നടേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് വെറൈറ്റി മുളകാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇനി നമ്മൾ നമ്മുടെ തോട്ടത്തിലേക്ക് പോവുകയാണ്. ഇനി അവിടെയുള്ള കുരുമുളകിൻ്റെ കാഴ്ചകളും കൂടി കാണാം. അവിടെ കമ്പി ഉണ്ടോ നോക്കണേ. കുരിശുമണ്ടിയിൽ നമുക്ക് തിരി വരുന്നുള്ളൂ. കുരിശുമണ്ടി കുരിശ് പോലെ ഉണ്ട് അല്ലേ? ഇതൊന്ന് പൊട്ടിപ്പോയി കട്ടി പൊട്ടരുതാ. പഴയ കൃഷിയിൽ നിന്നൊക്കെ വ്യത്യസ്ത രീതിയാണിത്. പഴയ കൃഷിയല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് പിന്നെ രാസവളം ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നില്ല, കെമിക്കലും അടിക്കുന്നില്ല. ഈ രാസവളം കൊടുത്താൽ നമ്മളെ ചെടികളൊക്കെ 1 വർഷമൊക്കെ 2 വർഷമൊക്കെ നല്ലോണം കഴിക്കും. പിന്നെ ഇത്രയും ചോല കേട്ടോ. നമ്മളത് ഇത്രയും ചോലൻ്റെ ഇടയ്ക്കാണ് കുരുമുളക് ഉള്ളത്. അപ്പോൾ പിന്നെ ലക്ഷ്മി തെളിച്ച ഒന്ന് ചെറിയ ചോല അടിക്കാതിരിക്കില്ല, കുരുമുളക് ശരിക്കും കാണുള്ളൂ. പക്ഷെ ചോല കൊണ്ട് ഇപ്പം നമുക്കൊരു ഇത് ശരിക്കും ക്ലിയർ ആകുന്നില്ല. ഭയങ്കര ചോലയാണ്. പക്ഷേ കുരുമുളക് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് ചോലയിലാണെങ്കിലും. രണ്ടാം വർഷമായ കുരുമുളകാണ്. തിരിയിട്ടിട്ടുള്ളൂ.
ഇരുട് മൂടി ഇതിനകത്താണ് ഈ കാപ്പി മുളകൊക്കെ ഉള്ളത്. ഇത്രയും ഇതിൽ ഇരുട് പോലെ ഉണ്ടാവും. ഇതാണ് ഫോറസ്റ്റിൻ്റെ ലുക്കാണ് നമ്മളെ തോട്ടം കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇതിലാണ് കാപ്പി മുളകുള്ളത്. അടി ഫുൾ AC. പെക്ക് ഓഫ് ലാൻഡിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് സംസാരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ആക്ച്വലി സംസാരിക്കുന്ന രീതിയും ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങളതിനെ അഹങ്കാരമായിട്ടൊന്നും കരുതരുത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര്, നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.